മൂകം കരോതി വാചാലം അംഗം ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മുരളിയോർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ദ്വിതീയ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പരീക്ഷത്തിന്റെ ചോദ്യം കേട്ട ശ്രീ ശുകബ്രഹ്മർഷി ഇതേ ചോദ്യം തന്നെ മകനായിട്ടുള്ള ശ്രീനാരദ മഹർഷി അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനോട് ചോദിച്ച് ആ സംവാദത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 5-ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത്. ബ്രഹ്മ നാരദ സംവാദം. അച്ഛൻ ആരെയാണ് തപസ് ചെയ്യുന്നത്, അച്ഛന് മുകളിൽ ഒരു ശക്തി ഉണ്ടോ എന്നുള്ളത് അറിയണം. അതിനു വേണ്ടിയിട്ട് നാരദന്റെ പ്രശ്നം കേട്ടതോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട്, നിന്റെ ഈ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാനുള്ള ഒരു മാർഗം എന്ന സന്തോഷത്തോടുകൂടി അഭിനന്ദിച്ചോടെ, സകലേശ്വര സർവജ്ഞ എന്നൊക്കെ പലതരത്തില് നീ എന്നെ ഈശ്വരന്റെ വിശേഷണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അനർത്ഥം, അത് ഒന്നും അസത്യമാണെന്ന് പറയുന്നില്ല. പക്ഷേ എൻ്റെ മുകളിൽ ഒരു ശക്തിയുണ്ട്, അതിനെ എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവിടെ നാരദ മഹർഷി പറയുകയാണ്, എന്നെ സൃഷ്ടാവായിട്ടും ജഗദ്ഗുരുവായിട്ടും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സൃഷ്ടിച്ചതൊക്കെ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണോ ഇവിടെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ പ്രകാശം പരത്തുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, പിന്നെയോ ഇവിടെ വൃക്ഷഗ്രഹ താരകങ്ങള് രാത്രികാലങ്ങളിൽ നമുക്ക് പ്രകാശം തരുന്നുണ്ട് എങ്കിൽ ആ പ്രകാശമൊക്കെ എവിടുന്നാണ്? യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ സ്രോതസ് ഭഗവാനിൽ നിന്നാണ്. അവരിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് പോലെ തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എന്നെ കൊണ്ട് ഈ സൃഷ്ടി നടത്തിപ്പിക്കുന്നതായിട്ടുള്ള പരമശക്തിയായിട്ടുള്ള വാസുദേവനെ നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ അവിടെ പറഞ്ഞു കൊടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഈ ജഗദ്ഗുരുവായിട്ടും സൃഷ്ടികർത്താവായിട്ട് കാണുന്നതെങ്കിൽ വിലജ്ജമാനയ ഗസ്ഥാതും ഈക്ഷാപഥേ അമുയ, മായയുടെ വൈഭവമാണ്. ഈ മായയ്ക്ക് ഭഗവാന്റെ മുമ്പിൽ ലജ്ജിച്ചുകൊണ്ട് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പം ഈ മായയാണ് നമ്മളെ കൊണ്ട് ഓരോന്നും തോന്നിപ്പിക്കുന്നതും ഒക്കെ. അത് മായയ്ക്ക് എങ്ങനെയാണ് മായയെ നമുക്ക് ബാധിക്കുന്നത്? ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ തുടങ്ങിയതായിട്ടുള്ളതൊക്കെ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാണ് മായ. അല്ലെങ്കിൽ ഗുണങ്ങൾ ചേർന്നതായിട്ടുള്ള
അവസ്ഥ ആണ് മായ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ഈ ചരാചരങ്ങളിൽ ഇവിടെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ആരാണ്? നാരായണനാണ്. നാരം അയനം യസ്യസ നാരായണ. നാരം എന്നുള്ളതിന് വേദം, അറിവ്, പിന്നെ വെള്ളം എന്നൊക്കെ അർത്ഥമുണ്ട്. വെള്ളത്തില് വാസസ്ഥാനം ഉറപ്പിക്കുന്നത് ആരാണോ അത് സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആധുനിക ശാസ്ത്രം അനുസരിച്ച് ജലത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത് എങ്കിൽ അവിടെ അങ്ങനെ നമുക്ക് ആ ജലത്തിൽ ശയിക്കുന്നവൻ ആലകൃഷ്ണനായിട്ടും പത്മനാഭസ്വാമിയായിട്ടും ഒക്കെ നമ്മളെ കാണിച്ചു തരുന്ന കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ പരബ്രഹ്മം. പിന്നെ നാരം എന്നുള്ളത് അറിവ് എന്ന് പറയാം. അപ്പം ആ അറിവ് അറിവ് എന്നാൽ നമുക്ക് അയനം ചെയ്യപ്പെട്ടത്, ആശ്രയിക്കപ്പെട്ടത്, വേദത്തെ പരബ്രഹ്മ സ്വരൂപത്തെ ആശ്രയിക്കപ്പെട്ടത് ആരാണോ അല്ലെങ്കിൽ ആശ്രയസ്ഥാനം ഏതാണോ അങ്ങനെയുള്ള അത് നാരായണനാണ്. അങ്ങനെ ആ നാരായണനാണ് ഇവിടെയുള്ള സകലത്തും നാരായണനാണ്. പിന്നെ അതിനെ അല്ലാതെ നമ്മളെ തോന്നിപ്പിക്കുന്നത് എന്താണ്? അല്ലാന്ന് തോന്നിപ്പിക്കുന്നത് സത്വരജ തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളനുസരിച്ച് നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്. പിന്നെ നാരായണ എന്ന ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞ് അതവിടെ ഉറപ്പിച്ചു. അതിനുശേഷമാണ് പിന്നീട് അവിടെ ഈ പ്രപഞ്ചം ഈശ്വരമയമാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സർവസാക്ഷിയും പിന്നെ നാശരഹിതനും അതുപോലെ തന്നെ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്ന ആ നാരായണൻ അല്ലെ, ആ നാരായണൻ ഇവിടുന്നാണ് ഇവിടെ സൃഷ്ടി ചെയ്യുന്നത്. പിന്നെയോ ആ ത്രിഗുണത്വം അദ്ദേഹത്തെ ബാധിക്കില്ലെങ്കിൽ പോലും എന്താണ് ആ സൃഷ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്ക് വേണ്ടിയിട്ട് രജോ ഗുണത്തെയും പിന്നെ സ്ഥിതിക്ക് വേണ്ടിയിട്ട് സാത്വിക ഗുണത്തെയും പിന്നെ തമോ ഗുണത്തെ ലയത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭംഗം, ലയം, സംഹാരം എന്നൊക്കെ പറയാം. അതിനു വേണ്ടിയിട്ട് തമോ ഗുണത്തെയും അവിടുന്ന് സ്വീകരിക്കുന്നു. ഇനി ഈ ഇന്ദ്രിയ ഗോചരത്തിന് സാധിക്കാത്തതായിട്ടുള്ള ആ ഈശ്വരൻ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് ആവൃതമായി കഴിഞ്ഞാൽ അത് നമുക്കൊട്ടും ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ മായയിൽ പെട്ട് കഴിഞ്ഞാൽ ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്നാൽ ഈ ജഗദീശ്വരൻ സർവചരാചരങ്ങൾക്കും എന്താണ്? നിയന്താതാവാണ്. ബോധസ്വരൂപനായിട്ട് ഓരോന്നും ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നു, ഓരോ ലീലയും ചെയ്യിക്കുന്നു. പിന്നെ പറഞ്ഞു കാലം, കർമ്മം, സ്വഭാവം എന്നുള്ളത്. അപ്പം ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? ഈ മായയെ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ വിബുഭൂഷുരുപാദത്തെ പലതരത്തിൽ എനിക്ക് ഈ പ്രപഞ്ചത്തെ വൈവിധ്യമാർന്ന പ്രപഞ്ചമായിട്ട് കാണണം. അല്ലെ, നമ്മള് ജലം നമ്മൾ ഗ്ലാസ്സിലാക്കിയാൽ ഒരു എന്താണ് ഒരു ആകൃതി, അല്ലെ, പാത്രത്തിലാക്കിയ ഒരു ആകൃതി, ഇനി ഇങ്ങനെ ബോൾ പോലെയുള്ള പാത്രത്തിലാക്കിയ വേറൊരു ആകൃതി, അല്ലെ. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജലം പല പല ആകൃതി പല പല പാത്രത്തിൽ വെച്ചതുകൊണ്ട് അതിലെ ദ്രവ്യത്തിന് മാറ്റം വരുന്നുണ്ടോ? ദ്രവ്യത്തിന് മാറ്റം വരുന്നില്ല. ഇതുപോലെയാണ് ഈശ്വരൻ മൃഗങ്ങളിലും സസ്യങ്ങളിലും അതുപോലെ മനുഷ്യരിലും ഒക്കെ ഈ പാത്രങ്ങള് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ ഒരു രസം കളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പല പല പാത്രങ്ങളിലായിട്ട് ഈ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാല് അതുപോലെയാണ് നമ്മളുടെയൊക്കെ, അല്ലെ. നമുക്കറിയാം ഈ ജലതരംഗം കൊണ്ടുള്ള ഒരു സംഗീത കച്ചേരി, അല്ലെ. അതിലെങ്ങനെയാണ്? മുക്കാൽ ഭാഗം വെള്ളം, പിന്നെ അരഭാഗം വെള്ളം, കാൽ ഭാഗം വെള്ളം, പിന്നെ വെള്ളമില്ലാത്ത പാത്രം, ഇങ്ങനെയൊക്കെ ആ സരിഗമ പദനിസ എങ്ങനെയാണോ അവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ നമ്മളെയും ഭഗവാൻ ഓരോരോ പാത്രങ്ങളായിക്കൊണ്ട് തന്നെ അംശമായിട്ടുള്ള ആ ജലം എങ്ങനെയാണോ ജലതരംഗത്തിന് അവിടെ ഉപയോഗിക്കുന്നത് അതേപോലെ. അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ജലതരംഗത്തിലെ സ എന്നും ജി എന്നും ഗ എന്നും ഒക്കെ കേൾപ്പിക്കുന്നത് എന്താണ്? വെള്ളത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ്. അപ്പൊ അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ഉള്ളില് ഭഗവാൻ വർത്തിക്കുന്നു. അതാണ് അവിടെ കാലം, കർമ്മം അതുകൊണ്ട് മായയെ സ്വീകരിച്ചുകൊണ്ട് അത് വർത്തിക്കുന്നു. പിന്നെ അപ്പൊ ഭഗവാൻ ഇങ്ങനെ വിവിധ തരത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള ശബ്ദം കേൾക്കണം, പലതരത്തിലുള്ള രൂപം വേണം, ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? മായയെ അവിടെ നിന്ന് സ്വീകരിച്ചു, അല്ലെ. സ്വമായ ഭഗവാൻ തരും അറിയാതെ തന്നെ ആ കർമ്മവും കാലവും സ്വഭാവവും കൊണ്ട് ഇതൊക്കെ
വന്ന് പെട്ടു, ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ പറഞ്ഞത് കാലം കൊണ്ട് ഗുണങ്ങള് ശോഭിച്ചു. അപ്പോഴോ ത്രിഗുണങ്ങൾ ശോഭിച്ചു. ത്രിഗുണങ്ങൾ ശോഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വഭാവത്തിന് പരിണാമം ഉണ്ടായി, അല്ലെ? ഈ സ്വഭാവത്തിന് പരിണാമം ഉണ്ടാകുന്നതാണ് കർമ്മം. ആ ചലനമാണ് കർമ്മം. ഇതെല്ലാം എന്താണ്? പുരുഷാധിഷ്ഠിതാദഭൂൽ. ഇതൊക്കെ എന്താണ്? ആരാണോ ഇതെല്ലാം ചെയ്യുന്നത്, ആ ഉള്ളിലുള്ള, അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമാണ് സ എന്ന് കേൾപ്പിക്കുന്നതും ഗ എന്ന് കേൾപ്പിക്കുന്നതും, അല്ലെങ്കിൽ പ സ പ സ ഒക്കെ കേൾപ്പിക്കുന്നത് ഏതാണ്? ആ വെള്ളമാണെങ്കിൽ, ഇതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ ചരാചരങ്ങളും. എന്താണ്? അവർക്കൊക്കെ ജീവനുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അവരുടെ പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാണ്? അതിൻ്റെ ഉള്ളിലുള്ള ആ ബോധ സ്വരൂപനായിട്ടുള്ള ഈശ്വരനാണ്. അങ്ങനെ അതില് നമ്മൾ കർമ്മവും കാലവും സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? കാലം എന്ന് പറയുന്നത് എന്താണ്? ഗുണങ്ങൾ ശോഭിക്കുമ്പോൾ കാലമാകുന്നു. പിന്നെയോ ഗുണം വികാരം പ്രാപിക്കുമ്പോൾ അത് കാലം വികാരം പ്രാപിക്കുമ്പോൾ കാലാത് ഗുണം വ്യതികര. ഗുണങ്ങൾ ശോഭിക്കുന്നു, അതിനനുസരിച്ച് സ്വഭാവത്തിന് പരിണാമം ഉണ്ടാകുന്നു. പിന്നെ കർമ്മണോ ജന്മ മഹതഃ. പിന്നെ കർമ്മം. ഈ കർമ്മമാണ് യഥാർത്ഥത്തില് നമ്മളുടെ ഏത് ജന്മമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. നമ്മൾ പറയാറില്ലേ, കർമ്മവാസനയ്ക്കനുസരിച്ചാണ് അടുത്ത ജന്മം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഈ കർമ്മം, ഈ ചലനമാണ് എന്താണ്? അടുത്ത ജന്മത്തിന് കാരണമാകുന്നത്. അതാണ് അവിടെ കർമ്മണോ ജന്മ മഹത പുരുഷാധിഷ്ഠിതാദപ്പോൾ. അപ്പം മഹത്തത്വം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇന്നും പലർക്കും, ആചാര്യന്മാർക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യമാണ് മഹത്തത്വം എന്ന് പറയുന്നത്. എന്താ മഹത്തത്വം എന്ന് ചോദിച്ചാല് നമുക്ക് ഒന്ന് ഊഹിക്കാനേ സാധിക്കുകയുള്ളൂ. എന്താണ്? ഇതിന്റെ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരൻ ഈ മായയോട് കവർ ചെയ്ത് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് മഹത്തത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഗുണത്തോട് കൂടിയിരിക്കുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷെ കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ചിന്തിക്കണം. ഇവിടെയൊക്കെ പറയുന്നത് സൃഷ്ടിയാണെങ്കിൽ നമ്മൾ സംഹാരമായിട്ട് ചിന്തിക്കണം. കാരണം വെച്ചാൽ നമ്മളെ പ്രക്രിയ സംഹാരമാണ്, അല്ലെ? നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? മ്രിയമാണ് സർവ്വത, അല്ലെ? നമ്മള് ഈ മരണത്തിലേക്ക് പോവുകയാണല്ലോ. നമ്മുടെ സംഹാര ശരിക്കും നമ്മൾ ഔട്ട്പുട്ട് ആയി. ശരിക്കും യഥാർത്ഥത്തില് 3 രീതിയാണ് ഗുണങ്ങൾ. അല്ലെങ്കിൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാല് അനുഭവം, അനുഭവിക്കല്, ആ അനുഭവത്തിന്റെ പേരിൽ അഭിമാനിക്കുക. ഇതാണ് 3. ഇപ്പൊ നമ്മൾ എന്താണ്? ഈ അഭിമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാനെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെ, ഞാൻ ഇങ്ങനെ ഒരു രൂപ എടുത്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ശരിക്ക് ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെ? നമുക്ക് തിരിച്ചു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഇനി എന്ത് വേണം? നമ്മൾ ഇനി തിരിച്ച് പുറകോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, വന്നയിടത്തേക്ക് ഇനി തിരിച്ചു പോകണം എന്ന് പറയാറില്ലേ? ലക്ഷ്യത്തിലേക്ക് എവിടുന്നാണോ ഞാൻ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകണം. എനിക്ക് വഴി അറിയാൻ മേലാതെ ഞാൻ നടക്കുന്നത്. എന്തേ വഴി അറിയാൻ മേലാതെ നടക്കുന്നത്? ഈ മായ വന്ന് നമ്മളെ ആവരണം ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ മായയൊക്കെ മാറ്റി 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 എനിക്ക് പുറകോട്ട് അതിലേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഔട്ട്പുട്ടാണ്. ഇനി ഈ ഔട്ട്പുട്ടിൽ നിന്ന് പുറകോട്ട് ഈ ഔട്ട്പുട്ട് ആയത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെ, കാലം, കർമ്മം, സ്വഭാവമാണ് ഈ ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് സ്വഭാവം എന്ന് വേണം പറയാം. ഇനി പുറകോട്ട് വരുമ്പോ എങ്ങനെയാണ്? നമ്മളുടെ കർമ്മവാസന എന്തായിരുന്നോ ആ കർമ്മവാസനകളെയൊക്കെ നമ്മൾ എല്ലാം ദൂരീകരിച്ച് അതിൽ നിന്നും അതിന് മുകളിലുള്ളത് എന്തായിരുന്നു? കാലം, അല്ലെ? കാലത്താൽ ത്രിഗുണങ്ങള് ശോഭിച്ചു എന്നാണ് പറയുന്നത്. ആ ഗുണങ്ങളെയും നമ്മൾ ദൂരീകരിക്കുമ്പോൾ ആണ് ശരിക്കും നമ്മൾ പുറകില് യഥാർത്ഥമായിട്ടുള്ള സ്ഥലം. ഇത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് കപിലോപദേശത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും ഒരു പ്രാർത്ഥന, അല്ലെ? 8-ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും കുട്ടി ഒരു പ്രാർത്ഥനയുണ്ട്. കുട്ടിയല്ല ശരിക്കും. കുട്ടി എന്ന് പറഞ്ഞാലും എന്താണ്? ശരിക്കും അത് വിരാട് സ്വരൂപമാണ്. മായ ബാധിക്കാത്തതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വൈരാജൻ വിരാട് സ്വരൂപമാണ്. ആ സമയത്ത് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇനി ഞാൻ മായയിലേക്ക് ബന്ധപ്പെടുന്നതിന് മുമ്പ് നല്ല ബോധ്യമുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ശരിക്ക് മഹത്തത്വം എന്ന് വേണേൽ പറയാം. അതാണ് ശരിക്കും മഹത്തത്വം. മഹത്തത്വം അതല്ല, അതിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോ എന്ന് വേണേൽ പറയാം. വരുമ്പോഴേ ആവുന്നുള്ളൂ.
ഗുണങ്ങൾക്ക് മാറ്റം ഉണ്ടാകാതിരിക്കുന്ന സമയം, അതായത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ സമമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഈ ജീവനോട് ചേർന്നിരിക്കുന്നത് ഇപ്പൊ എന്താണോ അതാണ് മഹത്തത്വം എന്ന് പറയുന്നത്. പിന്നീടാണ് അതിനപ്പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഈ വിരാട് സ്വരൂപമായിട്ടുള്ള ആ ഞാനിലേക്ക്, ആ അമ്മയുടെ വയറ്റിൽ 8-ാം മാസത്തിൽ എങ്ങനെയായിരുന്നോ അതേ രീതിയിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. ഇതാണ് ശരിക്ക് ഒരു മനുഷ്യന്റെ ഗതി എന്ന് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇനി പറഞ്ഞു മഹത്തത്വത്തിൽ നിന്നും എന്താണ് അവിടെ വികുർവാണാത് രജസത്വോപബ്രംഹിതാൽ തമപ്രധാനത്വവൽ ദ്രവ്യജ്ഞാന ക്രിയാത്മക. ഇനി നമ്മൾ പറഞ്ഞു രജസും സാത്വിക ഗുണവും ആ മഹത്തത്വത്തിൽ നിന്നും ഉണ്ടായി. പിന്നെ അത് കൂടാതെ അതിനെ മാറ്റി നിർത്തിയിട്ട് തമോ ഗുണത്തിൽ നിന്നൊരു പ്രധാനമായിട്ടുള്ള ഒരു ഗുണമുണ്ടായി എന്ന് പറഞ്ഞത് അതെന്താണ്? അതാണ് നമ്മളുടെ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഹങ്കാരം എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ഗുണത്തിന് ആധിക്യം വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? തമോ ഗുണത്തിന്റെ ആ ആധിക്യം കൊണ്ട് നമുക്ക് അഹങ്കാരം ഉണ്ടാവുന്നു എന്ന് വേണേൽ പറയാം. നമ്മൾ പറയുന്ന അഹങ്കാരവും രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ അത് മനസ്സിലാക്കേണ്ട രീതി ഒന്ന് വ്യത്യാസം, അത്രേ ഉള്ളൂ. അപ്പം തമോ ഗുണം നമുക്ക് എപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മളുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം തമോ ഗുണമാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അതിനെ നമുക്ക് നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് അതിനെ കുറച്ച് സത്വഗുണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ പറയുകയാണ് അതിനുശേഷം എന്താണ് ഈ തമോ ഗുണത്തിൽ നിന്നും അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞു. അവിടെ മൂന്നായിട്ട് വിഭജിച്ച് ദ്രവ്യജ്ഞാന ക്രിയാത്മക, മൂന്ന് രീതിയിലുള്ള, മൂന്ന് ദ്രവ്യത്തെയും ജ്ഞാനത്തെയും ക്രിയയെയും ബാധിക്കുന്നതായിട്ടുള്ള അഹങ്കാരം, പൊതുവായിട്ടുള്ള ഒരു അഹങ്കാരം ഉണ്ടായി. പിന്നെ ആ അഹങ്കാരത്തിൽ നിന്നും സ്വഹങ്കാരീതി പ്രോക്തോ വികുർവൻ സമഭൂത്രിത, അത് മൂന്നായിട്ട് വേർതിരിഞ്ഞു എന്ന് പറയാണ്. എന്തായിട്ട് മൂന്നായിട്ട് വേർതിരിഞ്ഞത് എങ്ങനെയൊക്കെയാണ്? അവിടെ വൈകാരികം, തൈജസം, താമസം, അല്ലെങ്കിൽ സാത്വികം, രാജസം, താമസം, ഇങ്ങനെ മൂന്നായിട്ട് വേർതിരിഞ്ഞു അഹങ്കാരം. ഇനി അഹങ്കാരത്തിന് വേറൊരു പേരും കൂടെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? ജ്ഞാനശക്തി, ക്രിയാശക്തി, പിന്നെ താമസത്തിന് എന്താ പറയുന്നത്? ദ്രവ്യശക്തി എന്ന് പറയും. ഇനി നമ്മൾ ഇത് എങ്ങനെയാ ഇതിനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് ഒന്ന് എത്തുക. നമ്മൾ ഔട്ട്പുട്ടാന്ന് പറഞ്ഞു, നമ്മൾ പുറകോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താണ് ശരിക്ക്? താമസത്തിൽ നിന്നും അഹങ്കാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അഹങ്കാരത്തിൽ നിന്നും അവിടെ താമസം ദ്രവ്യശക്തി എന്നാണ് അതിന്റെ പേര്. ദ്രവ്യശക്തി എന്ന് പറഞ്ഞാൽ എന്താണോ കാര്യം, ആ കാര്യത്തിന് എന്താണ്? ക്രിയാശക്തി. ആ കാര്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അനുഭവത്തെ, ഇപ്പൊ ഇതൊരു അനുഭവമാണ് നമ്മളുടെ, ഈ അനുഭവത്തിനെ അനുഭവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രിയാശക്തി ഉണ്ടാകുമ്പോൾ അത് രാജസം, അല്ലെങ്കിൽ അവിടെ എന്താണ് തൈജസം എന്നൊക്കെ പറയും. പിന്നെയോ അപ്പൊ അതായി. പിന്നെ അതിൽ നിന്ന് ഈ അനുഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള അനുഭവം, ആ അനുഭവമാണ് വൈകാരികം അല്ലെങ്കിൽ സാത്വികം എന്ന് പറയുക. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ശരിക്കും? നമ്മളിപ്പോൾ നമ്മളുടെ നമ്മളുടെ ഏറ്റവും പുറമെ വന്നിട്ടുള്ള ഈ ഒരു അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്താണ് പല കർമ്മങ്ങളുടെയും അനുഭവങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ ദ്രവ്യശക്തിയായിട്ടിരിക്കുന്നത്. ഈ ദ്രവ്യശക്തിക്ക് കാരണമായിട്ടുള്ള അനുഭവങ്ങൾ എന്താണോ ആ അനുഭവങ്ങളെ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ കർമ്മങ്ങളെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, അത് എങ്ങനെ വിട്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജ്ഞാനത്തിലൂടെയാണ് വിട്ടുപോവുക. ഓക്കെ, അത് പിന്നീടാണ്. അത് ജ്ഞാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ തമോ ഗുണപ്രധാനമായിട്ടുള്ള ദ്രവ്യത്തിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ദ്രവ്യത്തിന്റെ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ കർമ്മങ്ങൾ കുറഞ്ഞു വരുന്നു. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇപ്പൊ ക്രമം പറഞ്ഞാൽ എങ്ങനെയാണ്? സാത്വിക, രാജസ, താമസം അല്ലെ? സാത്വികം എന്ന് പറഞ്ഞാൽ വൈകാരികം, അല്ലെങ്കിൽ എന്താണ് ജ്ഞാനം, കർമ്മം, പിന്നെന്താണ് അടുത്തത്? ദ്രവ്യം അല്ലെ? ദ്രവ്യം, ക്രിയ, ജ്ഞാനം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പൊ ഈ ദ്രവ്യം എന്നുള്ള ഇതില് ദ്രവ്യശക്തി എന്നുള്ളതിൽ നിന്നും നമ്മൾ ആ കർമ്മം അങ്ങോട്ട് വിട്ടുപോകുമ്പോൾ, അപ്പൊ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള വിജ്ഞാനത്തിന്റെ അനുഭവത്തിനനുസരിച്ച് നമ്മളിൽ നിന്ന്
ഈ രൂപങ്ങള് അല്ലെങ്കിൽ ഈ ദ്രവ്യത്തിന്റെ അവസ്ഥ മാറുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം എന്ന് പറഞ്ഞു, കാര്യം എന്ന് പറഞ്ഞു. ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രീതി നോക്കിയാൽ സ്വഭാവം, കർമ്മം, കാലം, കർമ്മം, സ്വഭാവം. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നല്ല ലളിതമായിട്ടിലേക്ക് എത്തിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് ശരിക്കും നമ്മളുടെ ഈ സ്വഭാവം, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്ന് പറയുമ്പോൾ എന്താ? ഈ കാവ്യ ഉടുത്തു, അയാൾ ആരോടും മിണ്ടുന്നില്ല, അയാൾ അവധൂതനെ പോയി നടക്കുന്നു, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അയാൾ എന്താണ് ശരിക്കും? അയാളിൽ നിന്ന് കർമ്മം ആയിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവിക്കല് കുറേശ്ശെ 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 ഇല്ലാണ്ടായി. അതങ്ങനെ ഇല്ലാണ്ടായി ദ്രവ്യത്തിൽ നിന്നും കർമ്മത്തിലേക്കും, കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തുമ്പോഴാണ് അത് സാത്വിക ഗുണമാകുന്നത്. അപ്പം ഈ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും നമ്മൾ ഭക്തന്മാരുടെ അവസ്ഥകൾ പറയുന്നുണ്ട് അല്ലെ? ഈ ഇതില് കാപിലത്തിലും ഇനി ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശത്തിലൊക്കെ പറയുന്നുണ്ട് 3 തരത്തിലുള്ള ഭക്തന്മാരെന്നൊക്കെ. അപ്പം ഈ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് ഉയരുന്നു, രജോ ഗുണത്തിൽ നിന്നും ആ സാത്വിക ഗുണത്തിലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ എന്തായി? അവിടെ ജ്ഞാനം മാത്രമായി അവിടെ, അല്ലെ? ആ ജ്ഞാനത്തിലേക്ക് തന്നെ എത്തുകയാണ്. പിന്നെ അവിടെ കർമ്മങ്ങളില്ല, അല്ലെ? പല കർമ്മങ്ങളും നമ്മൾ പോലും അറിയുന്നില്ല. എന്താണ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് സന്യാസി ഋഷീശ്വരന്മാരാകുമ്പോഴത്തേക്കും പറയുന്നില്ലേ, ഇപ്പം ബ്രാഹ്മണര് സന്യാസം സ്വീകരിക്കുമ്പോഴത്തേക്ക് അവരുടെ എന്താണ് ബ്രഹ്മസൂത്രം പൂണൂല് പോലും ഉപേക്ഷിക്കുകയാണ്. ഈ ഭൂമിയായിട്ടുള്ള താൻ കർമ്മങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുക ചെയ്യും, അല്ലെ? യം പ്രവ്രജന്തം അനുപേതം അപേത കൃത്യം, അപേതമായിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ടാണ് ആ സന്യാസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. മന്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു, അല്ലെ? ഇന്ന് ഇപ്പൊ ധാരാളം സന്യാസിമാർക്ക് ധാരാളം മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുന്നതാണ്. എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. ശരിക്ക് പ്രണവത്തിലേക്ക് എത്തുകയാണ് ശരിക്കും. അവർക്ക് പിന്നെ മന്ത്രജപങ്ങളില്ല, ഒന്നുമില്ല. സന്യാസി ആയി കഴിഞ്ഞാൽ മന്ത്രജപം പോലും വിടുകയാണ്. ആ പ്രണവത്തിൽ ഒതുക്കും. അവർക്ക് ആ പ്രണവത്തിൽ അവർക്ക് എല്ലാ മന്ത്രങ്ങളെയും, അല്ലെ? ആ പ്രണവത്തിന്റെ പ്രണവം എന്ന് പറയുന്നത് മന്ത്രത്തിന്റെ രാജാവാണ്, അല്ലെങ്കിൽ എല്ലാ മന്ത്രങ്ങളും അതിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പൊ അതിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഋഷീശ്വരന്മാര് ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തായി? അവരെ കർമ്മമോ ഒന്നും അവരെ ബാധിക്കാത്ത ആ സാത്വിക അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അതിൽ നിന്നും എന്താണ്? അപ്പോഴും എന്താണ്? ഗുണം ഭേദിച്ചിരിക്കുക. ഈ നമ്മള് സാത്വികാഹങ്കാരം എന്നും അല്ലെങ്കിൽ തൈജസാഹങ്കാരം എന്നും അല്ലെങ്കിൽ മറ്റേ താമസാഹങ്കാരം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, തമോ ഗുണം മാത്രം എന്നുള്ളതല്ല അവിടെ. തമോ ഗുണം കൂടുതലും രജോ ഗുണം കുറവും സാത്വിക ഗുണം അതിനനുസരിച്ച് കുറവും, ഇങ്ങനെയുള്ളതാകുമ്പോഴാണ് താമസ അഹങ്കാരം എന്ന് പറയുന്നത്. സാത്വിക അഹങ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്? സാത്വിക ഗുണമാണ് ഏറ്റവും കൂടുതൽ അവിടെ. പിന്നെ രജോ ഗുണം തമോ ഗുണം ഉണ്ടാവും, അതുണ്ടാവും, അത് ശരീരമല്ലേ. അപ്പം ഇത് മൂന്നും സമമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ പിന്നെയുണ്ട്. ഈ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മുകളിലോട്ട് സമമായിട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് മഹത്തത്വം. ഇപ്പൊ മഹത്തത്വം എന്താണെന്ന് മനസ്സിലായല്ലോ? ഞാനൊരു കാലങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാത്തൊരു സമയം. പിന്നെ എന്താണ് ഇതില് എന്തെങ്കിലും പറയേണ്ടി വന്നാലും പറയും മഹത്തത്വം എന്താണോ എനിക്കും അറിയില്ല, മഹത്തത്വം ഉണ്ടായി നമ്മൾ വിശ്വസിച്ചോളുക. ഇങ്ങനെയാ പറയാറ്. ഇപ്പം ഏകദേശം എന്തോ ഗുരുവായൂരപ്പന്റെ കാരുണ്യാണോ ഇതാണ് രൂപം എന്നുള്ളത് എനിക്ക് വ്യക്തമായി. ഇപ്പം അപ്പൊ ഈ ഗുണം സമമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ചൈതന്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന അതാണ് മഹത്തത്വം. പിന്നെയോ ആ ഗുണവും കൂടെ വിടുമ്പോഴാണ് അമ്മയുടെ വയറ്റിൽ 8-ാം മാസം കിടക്കുന്നത് സമയം. മായയൊന്നും ബാധിക്കാതിരിക്കുന്ന ആ വിരാട് സ്വരൂപൻ. നമുക്ക് പോകേണ്ടത് എവിടെയാണ്? ആ അവസ്ഥയിലേക്കാണ് നമുക്കും പോകേണ്ടത്. ഇതാണ് താമസാദപി ഭൂതാദേർ വികുർവാണാദ് അപൂന്നഭ തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗം യൽ ദ്രഷ്ടൃദൃശ്യയോ. താമസാത് അപി ഭൂതാദേർ വികുർവാണാദ് അപൂന്നഭ. ഭൂതാദേഹേ പദം, ഭൂതാദേഹേ. പിന്നെ വികുർവാണാദ് അഭൂത് നഭ, അഭൂന്നഭ. വികുർവാണാദ് അഭൂത് നഭ. പിന്നെ തസ്യ മാത്ര ഗുണഃ ശബ്ദഃ ലിംഗം, ശബ്ദഃ ലിംഗം യത് ദ്രഷ്ടൃദൃശ്യയോഹോ. അതൊരു വാക്കായിട്ട് തന്നെ പറയണം. ദ്രഷ്ടൃദൃശ്യയോഹോ ഒറ്റ വാക്കായിട്ട് പറയണം. ഓക്കെ. പിന്നെ ഇതാണ് അതിന്റെ പദം, അതാണ്. ഇനി അതിന്റെ അന്വയം നമുക്ക് നോക്കാം. വികുർവാണാത്
താമസാത് ഭൂതാദേഹേ നഭഃ അഭൂത് ശബ്ദഃ തസ്യ മാത്ര ഗുണഃ പിന്നെ ദ്രഷ്ടൃദൃശ്യയോഹോ ലിംഗം യത് ലിംഗം യത്. ഇനി അതിന്റെ അന്വയാർത്ഥം നമുക്ക് നോക്കാം. വികുർവാണാത്, വികുർവാണാത് എന്ന് പറഞ്ഞാൽ വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, വികാരം മാറ്റങ്ങൾ സംഭവിക്കുന്ന, വികാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് മാറ്റം ഉണ്ടാകുക, അങ്ങനെ വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താമസാത്, താമസാത് അപ്പി, അതായത് താമസപ്രധാനമായിട്ടുള്ള, താമസാത് എന്ന് പറയുമ്പോൾ താമസപ്രധാനമായിട്ടുള്ള, എന്താണ് താമസപ്രധാനം? തമസിൽ നിന്നും പ്രധാനമായിട്ടുണ്ടായത് അഹങ്കാരം. അപ്പം താമസപ്രധാനമായിട്ടുള്ള ആ അഹങ്കാരത്തിൽ നിന്നും, ഈ അഹങ്കാരത്തിൽ നിന്ന്, തമോ ഗുണത്തിൽ നിന്നുള്ള അഹങ്കാരത്തിൽ നിന്ന്, താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതാതേഹേ, അതായത് ഭൂതം എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. പൃഥിവ്യ തേജോവായുരാകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളുടെ ആദ്യത്തേതായിട്ടുള്ള, ഏതാണ് ആദ്യത്തേത്? നഭഃ, ആകാശം. ആദ്യത്തേത് ആകാശം. അപ്പം ആകാശം, വായു, തേജസ്, അഗ്നി, പൃഥിവി, ഇങ്ങനെ ആണ് അഞ്ചെണ്ണം ക്രമമായിട്ട്. അപ്പൊ അതാണ് അതിന്റെ ക്രമം. അപ്പൊ അത് ആദ്യം ഏതാണ്? നഭഃ, ആകാശം. അഭൂത്, അഭൂ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. ആദ്യം ആകാശം ഉണ്ടായി. എങ്ങനെ? ശബ്ദഃ തസ്യ മാത്ര, അതിന്റെ ശബ്ദം എന്ന്, തസ്യ അതിന്റെ സൂക്ഷ്മ രൂപമായിട്ടുള്ള ഗുണഃ, അതിന്റെ സൂക്ഷ്മ തനത് ഗുണം, ആകാശത്തിന്റെ തനത് ഗുണമാണ്, അല്ലെങ്കിൽ സൂക്ഷ്മ ഗുണമാണ് എന്ത്? ശബ്ദം എന്നുള്ളത്. ശബ്ദം. പിന്നെ ദ്രഷ്ടൃദൃശ്യയോഹോ, പിന്നെ ദ്രഷ്ടാവ്, ദൃശ്യം എന്ന ഇവയെ ലിംഗം യത്, അതായത് ആ ദ്രഷ്ടാവ്, ദൃശ്യം എന്നത് ഇവയെ ബോധകമാക്കുക എന്നത് യാതൊന്നാണോ അതാണ് ഏത്? ഈ ആദ്യമായിട്ടുണ്ടായ ആകാശം എന്ന് പറയുന്നത്. അപ്പം ആകാശം, താമസാഹങ്കാരത്തിൽ നിന്ന് മഹാഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളിൽ ആദ്യമായിട്ട് ആകാശമുണ്ടായി. അതിന്റെ തനത് ഗുണമായിട്ടുള്ള മാത്രാഗുണം, അല്ലെങ്കിൽ പ്രത്യേക ഗുണം ശബ്ദം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ശബ്ദത്തിൽ നിന്ന് ആകാശത്തിന്റെ ഉൽപ്പത്തി എന്ന് സാരം. അപ്പം ശബ്ദത്തിന്റെ, ആകാശത്തിന്റെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആദ്യം, അല്ലെ, ആദിയിൽ വചനം ഉണ്ടായി എന്ന് പറയില്ലേ? അതൊക്കെ തന്നെ, എല്ലാം ഒന്ന് തന്നെ. ആദ്യം പ്രണവം, എന്താണ്, ആദ്യത്തെ ശബ്ദം പ്രണവാണെന്നൊക്കെ പറയും. അകാരം, ഉകാരം, മകാരം കൂടി കൂടിച്ചേർന്ന് ആ, ഊ, മം എന്നുള്ള ചേർന്നാണ് ശബ്ദം ആദ്യം ഉണ്ടാകുന്നതെന്ന് പറയും. എന്തായാലും അപ്പം ആ ആകാശത്തിന്റെ ഉൽപ്പത്തി ആണ് എന്ന്, ശബ്ദത്തിൽ നിന്നാണ് എന്ന് അവിടെ പറയും. അപ്പൊ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ദ്രഷ്ടാവിന്റെയും ദൃശ്യത്തിന്റെയും ബോധകമാക്കുന്ന ഇതാണ് ശബ്ദം. ദ്രഷ്ടാവിന്റെയും ദൃശ്യത്തെയും, അതായത് അവിടെ ആരാണോ കാണുന്നത്, ആരാണോ ഇത് ദൃശ്യം, അതുപോലെ തന്നെ ദ്രഷ്ടാവ്, ദൃശ്യം, അല്ലെ? ദ്രഷ്ടൃ ദൃശ്യോഹോ. അപ്പം അവിടെ എന്താണ്? എന്തെങ്കിലും ഒരു പ്രതലത്തില്, ഇപ്പം ആകാശം എന്ന് പറഞ്ഞാല് രണ്ട് പ്രതലങ്ങള് തമ്മിലുള്ള ഒരു ഇടമാണ്, യഥാർത്ഥത്തില് സ്പേസ് ആണ്, അല്ലെങ്കിൽ സ്ഥലമാണ് ഈ ആകാശം. നമ്മൾ കാണുന്ന മിൽക്കി സ്കൈ അല്ല ആകാശം, അല്ലെ? മഞ്ഞ് കൂടി കിടക്കുന്നതായിട്ട് തോന്നുന്ന അതല്ല ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടം എന്നാണ്, സ്പേസ് എന്നാണ് നല്ലൊരു ഭാഷ അതിന് പറയുകയാണെങ്കിൽ. അപ്പം അത് ഒരു ചുമരോ അല്ലെങ്കിൽ മറ്റ് രണ്ട് ചുമരുകൾ തമ്മിലുള്ള ആ ഒരു സ്പേസ്, അപ്പം ആ ഒരു സ്പേസിൽ നിൽക്കുന്ന ആ ശബ്ദം, ആ ശബ്ദത്തിന്റെ പ്രതിധ്വനിയിൽ നിന്ന് നമ്മൾ
അവിടെയുള്ള വസ്തുവിനെ മനസ്സിലാക്കുന്നു. ഇതാണ് ദ്രഷ്ടൃ ദൃശ്യയോഹോ എന്ന് പറയുന്നത്. അതായത് അവിടെ ഇരുന്നുകൊണ്ട് ഒരാള് അല്ലെ സിംഹം സിംഹം എന്ന് വിളിച്ചു പറയാന്നിരിക്കട്ടെ. അങ്ങനെ വിളിച്ചു പറയുമ്പോ ആ ചുമരിനെ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തല്ലായിരിക്കും. ഇത് ഈ ശബ്ദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇന്ന ഡെഫിഷ്യൻസിയില് ഇന്ന എന്താണ് ദൂരത്തിന്റെ അകത്ത് അല്ലെ ആ ശബ്ദം കേട്ട് അവിടെ സിംഹം നിപ്പുണ്ട് എന്ന് നമ്മൾ അത് കാണുക. അപ്പം ഇവിടുത്തെ എന്താണ് ശരിക്ക് ആരാണോ ആനയെ അല്ലെ സിംഹത്തെ കാണുന്നത് അല്ലെ ആരാണോ സിംഹത്തെ കാണുന്നത് പിന്നെ ഈ സിംഹം സിംഹം എന്ന ശബ്ദം കേൾക്കുന്നത് ആരാണ്? അപ്പം കാണുന്നയാള് ദ്രഷ്ടാവ്. അതായത് അതെ അതെ കാണുന്ന ആരാണോ ഇതിനെ വീക്ഷിക്കുന്നത് അയാള് ദ്രഷ്ടാവും. പിന്നെന്താണ് ഇനി വസ്തു എന്തിനെയാണോ വീക്ഷിക്കുന്നത് അത് ദൃശ്യം. ഇതാണ് ദ്രഷ്ടാവ് ദൃശ്യം എന്നുള്ളതാണ് പറയുന്നത്. കാണുന്നയാളും കാണുന്ന വസ്തുവും ഇത് രണ്ടും. അപ്പം അവിടെ സിംഹം സിംഹം എന്ന ശബ്ദം കൊണ്ട് ഇവ രണ്ടും നമ്മള് ഇത് അറിയപ്പെടും. ഇതൊക്കെ പുരുഷ സൂക്തം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൊക്കെ വ്യക്തമായിട്ട് അതിലൂടെ ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ചൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ. എന്തായാലും അതാണ് 25-ാമത്തെ ശ്ലോകത്തിൽ കാണിച്ചിരുന്നത്. താമസാഹങ്കാരത്തിൽ നിന്ന് എന്താണ് ആദ്യത്തെ നഭസ് എന്ന ആകാശം ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി എന്ന് അവിടെ പറയുന്നു. ഓക്കെ, ഇനി 26-ാമത്തെ ശ്ലോകം നോക്കാം. നഭസോധ വികുർവാണാദഭൂൽ സ്പർശഗുണോ നിരാം പരാന്വയാൽ ശബ്ദവാംശ്ച പ്രാണ ഓജസ്സഹോ ബലം. ഇനി നഭസോധ വികുർവാണാത് അപൂൽ സ്പർശഗുണോ നില നഭസഹ അഥ വികുർവാണാത് അഭൂത് സ്പർശഗുണഃ അനിലഃ പരാന്വയാത് ശബ്ദവാൻ ച അവിടെ അതാണ് ശബ്ദവാൻ എന്നാണ്. ശബ്ദവാൻ ച എന്നുള്ളത് വാൻ. പിന്നെ പ്രാണ ഓജഹ സഹ ബലം സഹ ബലം. ഇനി അതിന്റെ അന്വയം നോക്കാം നമുക്ക്. അഥ വികുർവാണ നഭസഹ സ്പർശഗുണഃ അനിലഃ അഭൂത് പരാന്വയാൽ ശബ്ദവാഞ്ച പ്രാണഃ ഓജഹ സഹ ഓജഹ സഹ ബലം. ഇതാണ് അതിന്റെ അന്വയം വരുന്നത്. ഇനി അഥ അനന്തരം പിന്നീട് വികുർവാണാൽ അതായത് വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നഭസഹ സ്പർശഗുണഃ ഈ ആകാശത്തിൽ നിന്നും എന്താണ് സ്പരിശം എന്ന പ്രത്യേക ഗുണത്തോടുകൂടി, നേരത്തെ പറഞ്ഞു ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി ആകാശം ആ ശബ്ദത്തിന്റെ കൂടെ ഒരു എന്താണ് സ്പരിശവും കൂടി, സ്പരിശം എന്നുള്ള ഒരു ഗുണവും കൂടി ഈ ശബ്ദ സ്പരിശ ഗുണത്തിൽ നിന്നും എന്താണ് അനിലഹ അഭൂത് വായു ഉണ്ടായി എന്ന് പറയും. പിന്നെയോ പരാന്വയാൽ ശബ്ദവാഞ്ച. അപ്പം മുൻപത്തെ പരാന്വയാത് നേരത്തെ അന്വയിച്ച എന്ന് വേണം പറയാം. അതായത് മുൻപത്തേതിനോട് യോജിച്ചിരിക്കുന്നത് കൊണ്ട് ശബ്ദവാഞ്ച ആ ശബ്ദത്തെ ഈ വായു പിന്നെ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായത് കൊണ്ട് എന്തായി ആകാശത്തിന്റെ ഗുണവും വായുവിന്റെ ഗുണവും കൂടി ചേർന്ന് ശബ്ദസ്പരിശ ഗുണം രണ്ടും അവിടെ ഉണ്ട്. അങ്ങനെ പ്രാണഹ ഓജഹ സഹഹ ബലം അവിടെ എന്നിട്ട് പറയുന്നു. അത് എന്താണ് പ്രാണനെ നിലനിർത്താനും പിന്നെ ഓജസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയ ശക്തിയെ ഇന്ദ്രിയ ബലത്തെ നിലനിർത്തുവാനും പിന്നെയോ സഹഹ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ബലത്തെയും അതുപോലെ ബലം എന്ന് പറഞ്ഞാൽ എന്താണ് ദേഹശക്തി. ഇതൊക്കെയാണ് എന്തിന്റെ ധർമ്മങ്ങള് വായുവിന്റെ ധർമ്മങ്ങള് എന്ന് പറയാം. അപ്പം അവിടെ പറയുകയാണ് ഇങ്ങനെ രണ്ട് ഗുണങ്ങളോട് കൂടിയിട്ടുള്ള വായു ഇന്ദ്രിയബലം മനോബലം പ്രാണബലം പിന്നെ ധാരണാബലം ശരീരബലം ശരീരബലം അതാണ് ഈ ധാരണാബലം എന്ന് പറയുന്നത് തന്നെയാണ് മനോബലം ഇതൊക്കെ. ഇതെല്ലാം ആ
ഇതെല്ലാം പ്രദാനം ചെയ്യുന്നത് എന്താണ്? വായുവാണ് പ്രദാനം ചെയ്യുന്നത്, അല്ലെ? വായുവാണ് ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത്. നമുക്കറിയാം ഇതെല്ലാം ശരിക്കും. അത് നമുക്ക് അതെ, വായു വിലങ്ങുക എന്നൊക്കെ പറയല്ലേ, അത് തന്നെയാണ്. ഈ വായുവാണ് ഇതിനൊക്കെ ബലം. വേണ്ട പോലെ വായു സഞ്ചാരം വേണ്ട പോലെയാണെങ്കിൽ ശരീരത്തിന് ബലം ഉണ്ടാവും. പ്രാണായാമം ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഉള്ളില് വായുവിന്റെ ഗതി വ്യക്തമാകുമ്പോൾ പ്രാണിന്റെ അപാന്റെ വ്യാന്റെ ഉദാന്റെ ഒക്കെ ധർമ്മങ്ങൾ വേണ്ട രീതിയിൽ അത് ക്രമീകരിച്ചാൽ ശരീരത്തിന് ബലം ഉണ്ടാകും. അതുകൊണ്ടാണ് യോഗയൊക്കെ ചെയ്യുന്നവര് കാലങ്ങളോളം ധാരാളം കൂടുതൽ ആയുസ്സൊക്കെ കിട്ടുന്നതിന്റെ കാര്യമൊക്കെ വായുവിനെ വേണ്ട പോലെ ഗതി ഇതിനകത്തുള്ള നമ്മൾ പറഞ്ഞ വായു വിലങ്ങി എന്നൊക്കെ പറയാറില്ലേ, വായു ഗുളിക മേടിക്കാൻ വേണ്ടി ഓടുക എന്നൊക്കെ പറയല്ലേ, അത് തന്നെ. ആ വായുവാണ് ശരിക്കും. എപ്പോഴാണ് വായു ഗുളിക മേടിക്കാൻ പോകുന്നത്? വയ്യാണ്ടാകുമ്പോൾ, അല്ലെ? പിന്നെ അത് അവിടെ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വായോരപി വികുർവാണാൽ കാലകർമ്മ സ്വഭാവത ഉദപദ്യത തേജോവൈ രൂപവൽ ശബ്ദ സ്പരിശ ശബ്ദവൽ. വായോഹോ അപി, വായോരപി എന്നാണ്. അപ്പൊ വായോഹോ എന്ന് പറയും. വായോരപി, വായോഹോ അപി വികുർവാണാത് കാല കർമ്മ സ്വഭാവത ഉദപദ്യത തേജ വൈ രൂപവൽ സ്പരിശ ശബ്ദവൽ. ഇതാണ് അതിന്റെ പദം. ഇനി അതിന്റെ അന്വയം പറയുകയാണെങ്കിൽ കാലകർമ്മ സ്വഭാവത വായോഹോ അപി വികുർവാണാൽ വായോഹോ അപി രൂപവൽ സ്പർശ ശബ്ദവൽ തേജ വൈ ഉദപദ്യത. ഈ തേജസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നു. ആകാശത്തിൽ നിന്നും അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്ന് ആകാശം, ശബ്ദസ്പരിശത്തിൽ നിന്നും എന്താണ്? വായു. ഇനി അടുത്തത് പറഞ്ഞ ശബ്ദസ്പരിശ രൂപം. അഗ്നിയുടെ തനത് ഗുണം എന്ന് പറഞ്ഞാല് രൂപമാണ്. രൂപം, ഈ മൂന്ന് ഇതുകൊണ്ട്. അപ്പം കാലകർമ്മ സ്വഭാവത വികുർവാണാൽ, കാലകർമ്മ സ്വഭാവത, കാലം, കർമ്മം, സ്വഭാവം എന്നിവയെ കൊണ്ട് വികാരം സംഭവിക്കുമ്പോൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എപ്പോഴാണ് വികാരം സംഭവിക്കുന്നത്, മാറ്റങ്ങൾ വരുന്നത് എപ്പോഴാണെന്നൊക്കെ. അപ്പം അങ്ങനെ പ്രാപിക്കുമ്പോൾ വായോഹോ അപി, അവിടെ വായുവിൽ നിന്ന് ആകട്ടെ രൂപമെന്ന ഗുണത്തോടു കൂടിയ സ്പർശ ശബ്ദവൽ, അതായത് സ്പർശവും ശബ്ദവും ഗുണത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള തേജഹ വൈ ഉദപദ്യത. ഉദപദ്യത എന്ന് പറഞ്ഞാൽ ഉണ്ടായി, തേജസ് ഉണ്ടായി എന്ന് പറയാണ്. അപ്പം ഇത്രേ ഉള്ളൂ അതിനകത്ത്, പ്രത്യേകിച്ച് പറയാൻ ഇത്രേ ഉള്ളൂ അതിനകത്ത്. എന്താണ്? ശബ്ദസ്പരിശ രൂപം, മൂന്ന് ഗുണങ്ങളോട് കൂടിയിട്ടുള്ള തേജസ് ഉണ്ടായി. അപ്പം ആകാശമായി, വായുവായി, തേജസ്സായി. അടുത്ത ശ്ലോകം നോക്കാം. തേജസസ്തു വികുർവാണാത് ആസീത് അംഭോരസാത്മകം രൂപവൽ സ്പർശവച്ചാംഭോ ഘോഷവച്ച പരാന്വയാ. തേജസസ്തു വികുർവാണാത്, തേജസഹ തു വികുർവാണാത്, പിന്നെയോ ആസീത്, ആസീത് അംഭഹ, ആസീത് അംഭഹ ജലം, രസാത്മകം രൂപവത് സ്പർശവച്ചാംഭോ, സ്പർശവത് ച അംഭഹ, സ്പർശവത് ച അംഭഹ. പിന്നെ ഘോഷവച്ച, ഘോഷവത് ച പരാന്വയാത്, പരാന്വയാത്. അതിന്റെ അന്വയം നോക്കാം നമുക്ക്. എന്താണ്? വികുർവാണാൽ തേജസഹാതു രസാത്മകം അംഭഹ ആസീൽ പരാന്വയാൽ അംഭ രൂപവൽ സ്പർശവൽ ച ഘോഷവൽ ച, ഘോഷവൽ ച ശബ്ദം ഇവയുള്ളതായി. അപ്പം എന്താണ്? വികുർവാണാൽ വികാരത്തെ പ്രാപിക്കുന്ന, മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ തേജസ്സിൽ നിന്നാകട്ടെ, തേജസഹ തു തേജസ്സിൽ നിന്നാകട്ടെ എന്താണ്? രസം എന്ന ഗുണത്തോടുകൂടി, രസാത്മകം, രസം എന്ന ഗുണത്തോടു കൂടിയിട്ടുള്ള ജലം ഉണ്ടായി. അപ്പ് എന്ന് പറയും. പൃഥിവ്യ തേജോവായുരാകാശം, അപ്പ് ജലം ഉണ്ടായി. ആസീത് പരാന്വയാൽ. പിന്നെന്താണ്? പരാന്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് പറഞ്ഞിട്ടുള്ള ഗുണങ്ങളോട് കൂടി, മുമ്പ് ആദ്യത്തെ മൂന്ന് ഭൂതങ്ങളോട് ബന്ധം ഉള്ളത് കൊണ്ട് അംഭഹ ജലം, രൂപവൽ സ്പർശവൽ ച ഘോഷവൽ ച, രൂപം, സ്പർശം,
ഘോഷം. ഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം. അപ്പം ശബ്ദ, സ്പരിശ, ആ രൂപ, രസ 4 ഗുണങ്ങളോടുകൂടി എന്തുണ്ടായി? ഇത് അംഭസം ഉണ്ടായി, വെള്ളം, ജലം ഉണ്ടായി. അപ്പം രൂപം എന്ന പ്രത്യേക ഗുണത്തോട് കൂടിയിട്ടുള്ള തേജസ് ഇതായി തേജസ്സിന്റെ വികാരത്തിൽ നിന്നും തൻ്റെതായിട്ടുള്ള തനത് ഗുണമായിട്ടുള്ള രസം എന്ന പ്രത്യേക ഗുണത്തോട് കൂടിയിട്ടുള്ള ജലം അവിടെ രൂപം കൊണ്ടു. അതിന് ശബ്ദസ്പരിശ രൂപം കൂടാതെ പരാന്വയാൽ അതുകൂടാതെയുള്ള ഗുണങ്ങളും അതിന് ഉണ്ട് എന്ന് അവിടെ പറയുന്നു. ഇങ്ങനെ 4 ഗുണങ്ങൾ അതിനുണ്ട് പറയാം. വിശേഷസ്തു വികുർവാണാദംഭസോ ഗന്ധവാനഭൂൽ പരാന്വയാൽ രജസ്പർശ ശബ്ദരൂപഗുണാന്വിത. വിശേഷ തു വികുർവാണാത് അംഭസ ഗന്ധവാൻ അഭൂത് പദം. പരാന്വയാൽ രജസ്പർശ ശബ്ദ രൂപ ഗുണാന്വിത. ഇനി എന്താണ്? ആകാശം അവിടുന്ന് പറയാണ് വികുർവാണാത് മാറ്റം സംഭവിക്കുമ്പോൾ വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തിൽ നിന്നും, ഈ ജലത്തിന് വികാരം സംഭവിക്കുമ്പോഴാണ് അടുത്തതുണ്ടാകുന്നത്. അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ആകാശത്തിൽ നിന്നും വായു, വായുവിൽ നിന്ന് തേജസ്, തേജസ്സിൽ നിന്നും ജലം, ജലത്തിൽ നിന്ന് മാറ്റം ഉണ്ടായപ്പോൾ എന്തായി? ഗന്ധവാൻ തു, ഗന്ധം എന്ന ഗുണത്തോടു കൂടിയിട്ടുള്ള വിശേഷ പൃഥിവി അഭൂത്, വിശേഷപ്പെട്ട പൃഥിവി അവിടെ ഉണ്ടായി, പൃഥിവി ഉണ്ടായി. പിന്നെ ആ പൃഥ്വിക്ക് എന്താണ്? പരാന്വയാൽ എന്താണ്? രസ, സ്പർശ, ശബ്ദ, രൂപ ഗുണങ്ങൾ, അതെല്ലാം അതിനും 4 ഗുണങ്ങൾ എക്സ്ട്രാ. രസം, സ്പർശം, ശബ്ദം, രൂപം, ഈ 4 ഗുണങ്ങളൊക്കെ അതിന് എക്സ്ട്രാ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം ആ ജലത്തിൽ നിന്ന് വികാരം ഹേതുവായിക്കൊണ്ട് ഗന്ധം എന്ന പ്രത്യേക ഗുണത്തോടുകൂടി മറ്റ് 4 ഗുണങ്ങളോടും കൂടി ഏതാണ്? ശബ്ദ, സ്പർശ, രൂപ, ഗന്ധം. രൂപം, ശബ്ദ, സ്പർശ, രൂപ, രസം, ഇങ്ങനെ 4 ഗുണങ്ങളോടും കൂടി 4 ഗുണങ്ങളോടും കൂടി അവിടെ പൃഥ്വി, ഭൂമി അവിടെ ഉത്ഭവിച്ചു. അങ്ങനെ ഭൂമിക്ക് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ആയിട്ടുള്ള 5 ഗുണങ്ങള് അവിടെ. ഇങ്ങനെ പഞ്ചഭൂതങ്ങളും ആ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണങ്ങള്. അതിന്റെ ഗുണങ്ങളും ഒക്കെ ആയിട്ട് ആ ദ്രവ്യശക്തി എന്നറിയപ്പെടുന്ന ആ താമസ അഹങ്കാരത്തിൽ നിന്നും ഉത്ഭവിച്ചു. അപ്പം താമസാഹങ്കാരം എന്നുള്ളതാണല്ലോ ദ്രവ്യശക്തി. നമ്മൾ നേരത്തെ നന്നായിട്ട് സൂചിപ്പിച്ചതാണ് അല്ലെ. അത് പിന്നെ 3 അല്ല 5 പഞ്ചഭൂതങ്ങളായിട്ട് 5 വിഭജിക്കുകയാണ് ഈ പറഞ്ഞതായിട്ടുള്ള നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഔട്ട്പുട്ട് എന്ന്. ഞാൻ പറഞ്ഞല്ലോ ദ്രവ്യശക്തി എന്നുള്ളതാണ് ഔട്ട്പുട്ട് എന്നും, അതിന് പുറകോട്ട് കർമ്മം പുറകോട്ട് പോയാൽ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ദ്രവ്യം എന്ന് പറയുന്നത് എന്താണ്? ഇനി ഇതെന്താണെന്നുള്ളത് കാണിക്കാനാണ് പഞ്ചഭൂതാത്മകമാണെന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളില് ഈ പറഞ്ഞതായിട്ടുള്ള ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം ഇങ്ങനെ 5 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പഞ്ചഭൂതങ്ങളോട് കൂടിയതായിട്ടുള്ള ശരീരം അതിൽ നിന്നുണ്ടായി. ഇതിൽ നിന്ന് ദ്രവ്യശക്തി താമസാഹങ്കാരത്തിൽ നിന്നും ആ താമസാഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതാത്മകങ്ങൾ ഉണ്ടായി. അത് ആണ് അതിനകത്ത്. അപ്പൊ നമുക്കത് ഇപ്പൊ 15 ആയുള്ളൂ അല്ലെ. ഒന്നും കൂടി അതിന്റെ ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നുകൂടെ കുറച്ചുകൂടി ലളിതമായിട്ട് വലിയ തുടങ്ങേണ്ടത് നമുക്ക്. പൃഥ്വി, ഞാനിപ്പോ സംഹാരമായിട്ട് ആദ്യം പറയാം. സംഹാരമായിട്ട് പറയാം. ഞങ്ങൾക്കൊക്കെ ഈ തന്ത്രത്തിന് ഈ ഒരു വിഷയമുണ്ട്. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ധ്യാനാധിവാസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ധ്യാനാധിവാസം എന്ന് പറഞ്ഞാല് കലശത്തില് ചൈതന്യത്തെ ഇതായിട്ട് അതിനെ അധിവസിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ശയിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഉള്ള എന്താണ് ചൈതന്യത്തെ ഒന്നുകൂടി ശക്തി കൊടുത്തുകൊണ്ട്, അത് ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് കൊടുക്കുന്നത്. അതിലവിടെ പറയും ഭൂതസംഹാരം എന്ന് പറഞ്ഞൊരു ക്രിയ തന്നെയുണ്ട്. അതിൽ ഭൂതസംഹാരം ചെയ്യും, പിന്നെ ഭൂതസൃഷ്ടിയെയും ആ ഭൂതസൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു അണ്ടോൽപത്തി എന്ന് പറയും. അതിൽ നിന്ന് ഒരു വിരാട് സ്വരൂപം ഉണ്ടായി എന്നൊക്കെ ഞങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ കലശത്തിനൊക്കെ അത് ചെയ്യാറ്. അപ്പൊ അത് കുറച്ചുകൂടിയൊക്കെ എനിക്ക് ഈ താന്ത്രികമായിട്ടുള്ള വിഷയമുള്ളത് കുറച്ചുകൂടി എനിക്ക് എന്താ പറയാ അത് ദൃശ്യമായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ലളിതമാക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഈ പൃഥ്വി എന്ന് പറഞ്ഞാല് ശരിക്ക്
കട്ടിയുള്ള ഒരു പ്രതലം എന്ന് വേണമെങ്കിൽ പൃഥ്വിയെ പറയാം. കട്ടിയുള്ള പ്രതലം, അതായത് പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ശബ്ദം കേൾക്കുക, അല്ലെ? അതെങ്ങനെയുള്ളത്? കട്ടിയുള്ള സാധനം. അതായത് ഇപ്പം ഈ മരക്കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുക, കല്ലുകൾ കൂട്ടിയിടിക്കുക, പാത്രങ്ങൾ കൂട്ടിയിടിക്കുക ഒക്കെ ഖനം കൂടുതലുള്ള ശബ്ദം കേൾക്കുമ്പം അതിനെ നമുക്ക് കേട്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. രണ്ട് കല്ലായിക്കോട്ടെ, രണ്ട് പാത്രം ആയിക്കോട്ടെ, ടക്ക് 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 എന്നുള്ള ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ആ കേൾക്കുന്ന ആ അവസ്ഥയാണ് എന്ത്? ഭൂമി എന്ന് പറയുന്നത്. അതിന്റെ ആ ഭൂമി എന്ന് പറയുന്നത് ഇത് തന്നെ. ഇനി ഈ ഭൂമി തന്നെ ഞാൻ സംഹാരം എന്നുള്ള ക്രിയ പറയും. നമ്മളിപ്പോ പറഞ്ഞത് സൃഷ്ടിയാണ്. ആദ്യം ആകാശത്ത് നിന്ന് ഇങ്ങോട്ടുള്ളത് നമ്മൾ സൃഷ്ടിയാണത്. ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പറയുക, നമ്മൾ അവസാനത്തെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന രംഗം. ഇതൊക്കെ നമുക്ക് ഭാഗവതത്തിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഭൂമി തന്നെ ഇതിനെ ഒന്ന്, ഈ ശബ്ദത്തിനൊന്ന് തരളാവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ അത് ജലമായിട്ട് മാറുന്നു പറയുക. എന്നുവെച്ചാൽ ഈ കട്ടി ഒന്ന് കുറഞ്ഞ്, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഈ പ്രതലത്തിൽ നിന്നും അതിന്റെ തേയ്മാനം സംഭവിക്കും. ഇപ്പൊ ഇവിടെയൊക്കെ എന്താ പറയുന്നത്? വികുർവാണാൽ, അല്ലെ? വികാരം സംഭവിക്കുമ്പോൾ, മാറ്റം സംഭവിക്കുമ്പോൾ അത് തരളാവസ്ഥയിലേക്ക് ആകുമ്പോഴേക്കും അത് ജലം എന്ന് പറയണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഇപ്പൊ ഒരു പഴം, മാമ്പഴം താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശബ്ദം, അല്ലേ? അത് വേണേൽ പറയാം. രണ്ട് പുല്ലുകൾ തമ്മിലുള്ള അടിക്കുമ്പോൾ ശബ്ദം, രണ്ട് വസ്ത്രങ്ങൾ, രണ്ട് പേപ്പറുകൾ കൊണ്ട് അടിക്കുമ്പം ഇത്രയും ഒരു ശബ്ദമില്ല, മറ്റു പ്രതലം പോലെ ഇല്ല. അപ്പൊ അതുപോലെയുള്ള ആ തരളമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോഴത് ജലം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. പിന്നെ വീണ്ടും അത് വികുർവാണാൽ, വീണ്ടും ഈ ആദ്യത്തേത് പറയുമ്പോൾ വികാരം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചാണ്. എന്താണ്? ഇത് ഘനീഭവിക്കുകയാണ്. ഇവിടെ 5 ഗുണങ്ങളുള്ളതും ഗുണങ്ങൾ കുറഞ്ഞു വരുവാണ്. അതിനെ ചൂടാക്കുക എന്ന് വേണേൽ പറയാം. ഘനീഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ്? ചുരുക്കി കൊണ്ടുവരികയാണ്. മറ്റത് വികസിക്കുകയാണ്. വികുർവാണാൽ, അല്ലെ? വികാരം സംഭവിക്കുകയാണ്. ഇതിനെ ചുരുക്കുകയാണ് ശരിക്കും സംഹാരം എന്ന് പറയുമ്പോൾ. അപ്പം അതിന്റെ ആ ഊഷ്മാവ്, അല്ലെങ്കിൽ അതിന്റെ ഊഷ്ണത എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആകുമ്പോഴത്തേക്ക് അത് അഗ്നിയായിട്ട് മാറുന്നു. ഏത്? ഈ തരളമായിട്ടുള്ള ഈ ജലം എന്നുള്ളത് അതിനെ കൂടുതൽ വീണ്ടും അതിന് മാറ്റം സംഭവിക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അതിന്റെ ഉള്ളിൽ ഒരു ഊഷ്മാവുണ്ട്, അല്ലെ? നമുക്കറിയാം, നമ്മളുടെ ജലത്തിനും ഏത് വസ്തുക്കൾക്കും ഈ പറഞ്ഞ നമുക്കറിയാമല്ലോ. നമ്മൾ ഇപ്പം എന്താണ്, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കുളിച്ചങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് നോക്കൂ, നല്ല തണുപ്പുള്ള സമയത്താണെങ്കിലും ആയിക്കോട്ടെ, തണുപ്പുള്ള സമയത്ത് നമ്മളൊന്ന് കുളിച്ചങ്ങോട്ട് കയറുമ്പോൾ അറിയാം നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ പുക പോകുന്നതാണ്. എന്താണ്? ശരീരത്തിന്റെ ഉള്ളിലെ ഊഷ്മാവ്, ചൂട് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പം യഥാർത്ഥത്തില് ഈ ജലം പിന്നീട് മാറ്റം വന്ന് അത് ഊഷ്മാവായിട്ട് ഒരു തേജസ് ആയിട്ട് മാറുകയാണ് അവിടെ. ആ തേജസ് പിന്നീട് അതിങ്ങനെ വാതകാവസ്ഥയിലേക്ക് പരിണമിക്കുന്നു. അതാണ് എന്ത്? അനിലഹ, വായു എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്യാസ് സിലിണ്ടറിൽ, അല്ലെ? ഗ്യാസ് സിലിണ്ടർ അനക്കി നോക്കി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെന്ന്, തുറന്നു നോക്കി കഴിഞ്ഞാൽ വെള്ളം കാണാൻ പറ്റുമോ? തുറക്കുമ്പോൾ തന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഉണ്ടെന്ന് നമുക്കറിയാം അതിന്റെ സംഭവം ഇതാണെന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പാത്രം ഒന്നുകിൽ സ്ഫടികം ആയിട്ടുള്ള പാത്രത്തിലോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു നീളത്തിലുള്ള പാത്രത്തിലോ ഒക്കെ ഈ വാതകം നിറച്ചു വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രസരണം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വായുവിൽ നിന്ന് മാറ്റം വന്നത് എന്തായി മാറും? സ്പേസ് ആയിട്ട്. ഇതാണ് സംഹാരം എന്ന് പറയുന്നത്. അപ്പം ഈ വായു ഒരു പാത്രത്തിലാണെങ്കിൽ ഈ പാത്രം അങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അയ്യോ, ഇതാ ഗ്യാസ് ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ഗ്യാസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് സ്പേസ് ആയിട്ട് മാറി അത് ആകാശത്തിലേക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാകും. അപ്പം ആ കട്ടി കൂടിയതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇനി എപ്പോഴും നമുക്ക് ഇതേ പ്രകരണത്തിലൂടെയാണ് എല്ലാത്തിന്റെയും സംഹാരക്രിയകൾ. അതായത് ഈ കട്ടി കൂടിയതായിട്ടുള്ള ഈ ഭൂമിയെ അല്ലെങ്കിൽ പൃഥ്വിയെ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്തായി? അത് സംഹരിക്കാമെന്ന് എന്തായി? അത് ജലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നെയോ ഈ ജലാവസ്ഥയിൽ നിന്നും അത് എന്താണ്, ദൃഢാവസ്ഥയിൽ നിന്ന് തരളാവസ്ഥയിലേക്ക് മാറ്റുക. അതാണ്
ജലാവസ്ഥയിലേക്ക് മാറ്റുന്നത്. ആ തരളാവസ്ഥ എന്ന് പറയുകയാണ് കുറച്ചുകൂടെ നല്ല ഭാഷ. ദൃഢാവസ്ഥയിൽ നിന്നും തരളാവസ്ഥയിലേക്ക് മാറ്റുക. അപ്പം നമുക്കറിയാം, വേണമെങ്കിൽ ഈ എന്താണ് മരക്കഷ്ണങ്ങളൊക്കെ അഗ്നി അല്ലെ കത്തിച്ചു കഴിഞ്ഞാൽ ഇതാവും. പക്ഷെ കത്തിച്ചാലും നമുക്ക് അതിനകത്തൊരു ആദ്യം അത് ജലാംശമായിട്ട് മാറും അല്ലെ. കത്തിക്കുമ്പോ എന്താ വരുന്നത്? കത്തിക്കുമ്പം എത്ര കത്തിച്ചാലും അതൊന്ന് ആ വിറക് ഒന്ന് വളഞ്ഞ് ഇതായിട്ടാവും. പിന്നെയും അതിനെ ഊഷ്മ കൊണ്ട് ഇതാകുമ്പോഴാണത് ചാരമായിട്ട് പൊടിഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും ഈ പൃഥ്വി എന്നതിൽ നിന്നും അത് തരളാവസ്ഥയിലേക്ക്, ജലാവസ്ഥയിലേക്ക് അത് മാറിയിട്ടേ ഉഷ്ണാവസ്ഥയിലേക്ക് മാറുള്ളൂ. അപ്പം ആ തരളാവസ്ഥയിലാവും. പിന്നെ അത് ആ ദ്രാവകാവസ്ഥയിൽ നിന്ന് പിന്നീട് എന്താണ് അത് അപ്പൊ അതാണ് ആ ദ്രാവകാവസ്ഥയാണ് സൂക്ഷ്മമായിട്ട് പറയുന്നത്. പിന്നെ അവിടുന്ന് പിന്നെന്താണ് ആ ജലാവസ്ഥയിൽ നിന്നും വീണ്ടും നമ്മൾ അതിനെ കത്തിച്ചു കഴിഞ്ഞാല് എന്താണ് അതിന്റെ ഉഷ്ണിച്ചത് അത് വാതകാവസ്ഥയിലേക്ക് മാറും. വാതകാവസ്ഥയിലേക്ക് മാറും. നമ്മളുടെ ശരീരമൊക്കെ കത്തിച്ചാലും അതെ, നമ്മുടെ ശരീരം കത്തിച്ചാൽ അവസാനം കുറച്ച് എല്ലൊക്കെ കാണും അല്ലേ. പിന്നെയും കത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വാതകമായിട്ട് അന്തരീക്ഷത്തിലേക്ക് പകർന്ന് പോവുകയാണ് എന്നാണ് പറയുന്നത്. വാതകമായിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ആ തന്മാത്ര അത് എന്താണ് ഒരു ആറ്റങ്ങളല്ല, എന്താ പറയുക, അണു അവസ്ഥയിലേക്ക് മാറും. ഈ പറഞ്ഞത് അഗ്നി എന്നുള്ളത് കത്തിച്ച് അത് വായുവിലേക്ക് അയക്കഴിഞ്ഞാൽ ആ അണു ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് മാറുന്നത്, അവസ്ഥയിലേക്ക് മാറും വാതകം. പിന്നെയോ ഇനി ഈ വാതകം നമ്മളൊരു നീണ്ട ഒരു പാത്രത്തിലോ, കുഴലുള്ള പാത്രത്തിലോ, അല്ലെങ്കിൽ സ്ഫടികം ഉള്ള പാത്രത്തിലോ ഒക്കെ ഈ വാതകത്തെ നമുക്ക് അങ്ങനെയുള്ള പാത്രത്തിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏത് ഈ പറഞ്ഞതായിട്ടുള്ള ഈ ആറ്റങ്ങള്, അണുക്കള്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ട്യൂബൊക്കെ ഇല്ലേ, ഫിസിക്സിന്റെ ഒക്കെ ലാബിൽ കയറിയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മൾ, കുറച്ചു പേരൊക്കെ എങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. ആ ടെസ്റ്റ് ട്യൂബിലൊക്കെ നമ്മൾ ഈ വാതകങ്ങളൊക്കെ എങ്ങനെയാ സൂക്ഷിക്കുക? അതിനകത്ത് കിടക്കുന്നത് കാണുമ്പോ ഉണ്ട്, തുറന്നു കഴിഞ്ഞാലുണ്ടോ? ഇല്ല, തുറന്നു കഴിഞ്ഞാൽ കാണുന്നില്ല. അപ്പൊ അതാണ് ശരിക്കും യഥാർത്ഥത്തില് ഈ വായു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആ വാതകം ഇവിടെ എത്തുന്നത്. അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ആ പാത്രം, ഈ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ എന്നുള്ളൊരു പാത്രം, അതൊരു വലിയ ചെരുവായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയൊരു എന്താണ് ചെമ്പായിക്കോട്ടെ, വാർപ്പായിക്കോട്ടെ, അങ്ങനെ ആയിക്കഴിഞ്ഞാലോ ഇതിനെ കാണാൻ പറ്റുമോ? പിന്നെ അവിടെ കാണാൻ പറ്റുകയില്ല. അതാണ് ആകാശത്തിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് മാറ്റുന്നത്. അപ്പൊ വലുതാക്കി കഴിഞ്ഞാൽ അത് സ്പേസിലേക്ക് ആകും, അല്ലെങ്കിൽ ആ ഒരു ഇടത്തിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ള, പിന്നെ തിരിച്ച് നമ്മൾ അവിടുന്ന് പറയാണ്, ആ ഇടം ഒന്ന് ഘനീഭവിച്ചു കഴിഞ്ഞാൽ അത് വായു ആകും. വായു ഘനീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തേജസ്സാവും, അത് ജലമാകും, ഭൂമിയാകും. ഇങ്ങനെ. അപ്പം ഇതാണ് നമ്മളുടെ ആ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളോട് കൂടിയിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ അവസ്ഥാ വ്യത്യാസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇനി ഈ ആകാശം എന്നുള്ളത്, നമ്മൾ ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണെന്ന് വെച്ചോളൂ. നമ്മൾ അവിടെ നിന്ന് ശബ്ദിക്കുമ്പോൾ നമ്മളുടെ ഈ ശബ്ദത്തിന് എത്തുന്ന ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. നമ്മളുടെ കാതുകൊണ്ട് നമുക്ക് കേൾക്കുന്ന ഒരു ഇത്, അത് എങ്ങനെയാ കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിധ്വനിയിലൂടെയാണ് അത് നമുക്ക് കേൾക്കുന്നത് അല്ലെ. പ്രതിധ്വനിയിലൂടെയാണത്, അതായത് പിന്നെയും പ്രകടമാക്കുന്ന ധ്വനിയാണ് പ്രതിധ്വനി അല്ലെ. നമ്മള് ഈ പുഴയുടെ ഒക്കെ വക്കത്ത് നിന്ന് ഹലോ എന്ന് വെക്കുമ്പോഴത്തേക്കും ഒരു 5-6 ഹലോ എക്സ്ട്രാ വേറെ ആരോ ചെല്ലുന്നതാണ് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ തട്ടി പോകുന്നത്. അപ്പം ആ പ്രതിധ്വനിയിലൂടെ നമുക്ക് ആ ഇടം, ആ സ്പേസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് നമുക്ക് നല്ലൊരു ഉദാഹരണമുണ്ട്. ഇത് ഈ ശബ്ദത്തിലൂടെ ജീവിക്കുന്ന ചില ജീവികൾ, വവ്വാല്, മൂങ്ങ അല്ലെ, രാത്രിയിലൊക്കെ അവരെങ്ങനെയാണ് അവരുടെ എതിർദിശയിലുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഇവരുടെ ആ ശബ്ദത്തിൽ നിന്നും, ആ ശബ്ദത്തിന്റെ ഡെഫിഷ്യൻസി അനുസരിച്ചുകൊണ്ടാണ് അവര് ഇന്ന ഒരു ശത്രു എന്റെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ അവര് ആ എതിർവശത്തുള്ള പദാർത്ഥങ്ങളെയൊക്കെ തിരിച്ചറിയുന്നു. പ്രതിധ്വനി എന്ന് പറയുകയാണ്. അപ്പം ആകാശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് എന്താ പറയാ, ഈ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. ഈ പഞ്ചശതി എന്നുള്ള ഈ പഞ്ചഭൂതാത്മകളെ കുറിച്ച്
ധാരാളം വേദാന്ത ശാസ്ത്രങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ പറയുന്നത് ശബ്ദ ഏക ഗുണകം, ശബ്ദത്തിന് ഒരേ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. എന്ത്? അല്ല, ആകാശത്തിന് ഒരേ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. എന്താണ്? ശബ്ദ ഏക ഗുണകം, ധ്വനി. ആ ധ്വനിയാണ് യഥാർത്ഥത്തില് ആകാശത്തിന്റെ ഗുണം. പിന്നെയോ ശബ്ദം രൂപത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെയോ ആ ശരീരത്തില് നമുക്കത് കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ദ്രിയം, ഈ കാതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാതല്ല ശരിക്ക്. പിന്നെന്താണ്? ഈ കാതിന്റെ ഉള്ളില് ശ്രോത്രം എന്നുള്ള ഒരു ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് കേൾവി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്, അവിടെ സാധ്യമാകുന്നത്. അപ്പം പിന്നീട് അതിനെ ചുരുക്കി കഴിഞ്ഞാൽ അത് ആ വാതകത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് കാറ്റ് അല്ലെങ്കിൽ വായു എന്നുള്ളൊരവസ്ഥ. അപ്പം ഈ ആകാശത്തിൽ നിന്നും അത് ശബ്ദം, ആ ശബ്ദത്തിൽ നിന്ന് സ്പർശവും കൂടെ കൂടുമ്പോൾ എന്താണ്? ആ സ്പർശവും കൂടെ കൂടുമ്പോൾ അത് അവിടെ കാറ്റ്. അപ്പൊ നമുക്കിത് രണ്ടും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഒരു കാറ്റടിക്കുമ്പോൾ അവിടെ ആ ഉള്ള എന്താണ് സ്പേസിന്റെ ഇത് എത്ര സ്പേസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? കാറ്റ് അടിക്കുന്നതിനനുസരിച്ച്. അപ്പൊ ആ സ്പർശവും ശബ്ദവും കൂടെ കൂടുമ്പം നമുക്ക് അതിനെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലം. അതായത് ശബ്ദം തന്നെ അല്ല, ഈ സ്പർശം തന്നെ 4 രീതിയിലുണ്ട്. ഉഷ്ണസ്പർശം, ശീതസ്പർശം, 4 രീതിയിൽ തരത്തിലുണ്ടെന്ന് പറയുന്നത്. എന്തായാലും അതങ്ങനെ. ആ ശബ്ദം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മളുടെ ശരീരവ്യാപകമായിട്ട് കിടക്കുന്നതായിട്ടുള്ള ചർമ്മം എന്ന് പറഞ്ഞാൽ ത്വക്ക്. ആ ത്വക്കാണ് യഥാർത്ഥത്തില് ആ ത്വക്കിന്റെ ഗുണം കൊണ്ടാണ് നമ്മൾ സ്പർശത്തെ തിരിച്ചറിയുന്നത്. പിന്നെ വീണ്ടും ഈ വാതകം ഘനീഭവിക്കുമ്പോൾ അതെന്തായി? തേജസ് ആയിട്ട് മാറും. തേജസ്, തീയ് അല്ലെ? അതെങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ശബ്ദവും സ്പർശവും രൂപവും കൂടെ കൂടിയതായിട്ടുള്ളതാണ് തേജസ്. നമുക്കറിയാം ഈ തീയ് കത്തുമ്പം അതിന്റെ രൂപം കാണുമ്പം നമുക്ക് അവിടെ തീ കത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് അതിന്റെ തനത് ഗുണം. ശബ്ദം കേട്ടാലേ അല്ലെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഇതാണ്. അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ്? ഗ്യാസ്. അതെ, അവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ? അപ്പൊ ശബ്ദം കൊണ്ട് നമുക്ക് അഗ്നിയെ തിരിച്ചറിയാൻ സാധിക്കും. സ്പർശം കൊണ്ട് അറിയാൻ സാധിക്കും. എങ്ങനെയാ സ്പർശം കൊണ്ട് അറിയാൻ സാധിക്കുന്നത്? പൂതനെ ഭഗവാനെ എടുത്തപ്പോ എന്താണെന്ന് പറഞ്ഞത്? ചാരത്തിൽ കിടക്കുന്ന കനൽക്കട്ടയിലേക്ക് അല്ലെ ചെന്ന് കൈ ഇടുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്ത് ചുട്ടുപൊള്ളുന്ന കനൽക്കട്ട ഉണ്ടാകുന്നത് മനസ്സിലാകുന്നത്. ഒരു ഭാഷ പറയാറില്ലേ, മൂടിക്കിടക്കുന്ന ചാരത്തിനകത്ത് കനൽക്കട്ട പോലെ എന്ന് പറയില്ലേ? അവിടെ പറയും എന്താ, പൂതനെ എടുക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ കനൽക്കട്ട മൂടിക്കിടക്കുന്ന ചാരത്തിനകത്ത് കിടക്കുന്ന കനൽക്കട്ടയെ പോലെ ഭഗവാനെ എടുത്തു മീൻസ് അറിയാതെ. കാരണം ചാരത്തിനകത്തൊന്നും കാണുമല്ലോ, എന്തുകൊണ്ട് വേഗം ചെന്ന് കയ്യങ്ങോട്ട് ഇടും, അയ്യോ പൊള്ളിന്ന് കൈയെടുക്കും. അപ്പം ഇതാണ്. അപ്പൊ എന്താ, ഈ സ്പർശം കൊണ്ട് നമുക്ക് ഈ അഗ്നിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ 3 ഗുണങ്ങളോടും കൂടിക്കൊണ്ട് നമുക്ക് അഗ്നിയെ തിരിച്ചറിയാം. പിന്നെ ഏതാണ് അടുത്തത്? പിന്നെ അത് വീണ്ടും ഘനീഭവിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ പറയോടെ രസം എന്നുള്ളൊരു ഇത്. അപ്പം തൃഷ്ണ താരാഗ്രവർത്തി സ്ഥാനം രൂപം എന്ന് പറയും. അതിന് ഒരു ശാസ്ത്രത്തിൽ പറയുന്നത് എന്താ? താരാഗ്രവർത്തി എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ കൃഷ്ണതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണമണി അല്ലെ? കൃഷ്ണമണിയുടെ അഗ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ കാഴ്ചയിൽ നിന്നുണ്ടാകുന്നതാണ് രൂപം എന്ന് പ്രത്യേകം എടുത്ത് അവിടെ പറയാ രൂപത്തെ എങ്ങനെയാ അറിയുന്നത് എന്നുള്ളത്. പിന്നെ ഈ അഗ്നി പിന്നീട് വീണ്ടും ഘനീഭവിച്ച് അത് വീണ്ടും ഏതൊരവസ്ഥയിലേക്ക്? തരളാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജലാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെയാണ്? അവിടെ ആ ജലത്തിനുള്ള തനത് ഗുണമായിട്ടുള്ള രസം ഉണ്ടാവും. പോരാ, ശബ്ദ സ്പർശ രൂപ രസഗുണം, 4 ഗുണങ്ങളും അതിനുണ്ടാവും അല്ലെ? ശബ്ദം കേൾക്കുമ്പം, മഴ പെയ്യുമ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാവും അല്ലെ? പിന്നെയോ അയ്യോ ഇത് എവിടുന്ന വെള്ളം വീഴുന്നത്? മേത്തേക്ക് വെള്ളം വീഴുമ്പം സ്പർശം കൊണ്ട് നമുക്ക് വെള്ളത്തെ നമുക്കറിയാൻ സാധിക്കും. പിന്നെ രൂപം അല്ലെ? ഒഴുകുന്നത് കണ്ടു കഴിഞ്ഞാല്, വെള്ളം ഒഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ തനത് ഗുണമായിട്ടുള്ള സ്വാദ് അല്ലെങ്കിൽ രുചി അല്ലെ? അതാണ് രസം എന്നുള്ളൊരു ഗുണം അതിന് പ്രത്യേകം. അവിടെ പറയും തച്ച അഗ്രേ ജിഹ്വാഗ്രവർത്തി സ്ഥാനം എന്ന് പറയും.
അവിടെയും പ്രമാണം പറയുന്നതാണ്. തച്ച അഗ്രേ ജിഹ്വാഗ്രവർത്തി സ്ഥാനം. ജിഹ്വാഗ്രവർത്തി അതായത് ഈ നാക്കിന്റെ നടുക്കല്ല ശരിക്കും സ്വാദ്. പിന്നെ എവിടെയാണ്? ഈ നാക്കിന്റെ സൈഡിലാണ് രസമൂളങ്ങളൊക്കെ പറയുന്നത്. രസമൂളങ്ങൾ എന്ന് പറയുന്നത് ഈ ചുറ്റുമാണ്. അപ്പൊ നാക്കിന്റെ അറ്റത്തെ ആ രസമൂളങ്ങളിലൂടെയാണ് നമ്മൾ അതിന്റെ രുചി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളോടുകൂടി നമുക്ക് ജലത്തെ തിരിച്ചറിയാൻ സാധിക്കും. വീണ്ടും ആ ജലം എന്താണ്? ഘനീഭവിക്കുകയാണെങ്കിൽ, ജലം ഘനീഭവിക്കുമ്പോൾ എന്തായി? ഐസാവുന്നു അല്ലെ? ഭൂമി അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ടുള്ള ഒരു സാധനമായിട്ട് മാറുന്നു. ഭൂമിയായിട്ട് കട്ടിയായിട്ടുള്ള പ്രതലം. കട്ടിയായിട്ടുള്ള പ്രതലമാകുമ്പോഴത്തേക്ക് എന്തായി? അതിനൊരു വിശേഷമായിട്ടുള്ള ഒരു സ്മെല്ല് അല്ലെ, ഒരു ഗന്ധം അവിടെ ഉണ്ടാവുന്നു അല്ലെ? ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം, അതിന്റെ തനത് സ്വഭാവമായിട്ടുള്ള ഗന്ധം അവിടെ ഉണ്ടാവുന്നു. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഇത് ഗന്ധം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ തരളമായിട്ടുള്ള ഒരു വസ്തുക്കള്, ഒരു ചെറിയ 2 വടികളായിക്കോട്ടെ, ഈ വടികൾ തമ്മിൽ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായി? ഒരു ഗന്ധം അതിൽ നിന്നുണ്ടാവും. വേണ്ട, ചന്ദന അരക്കിയില്ലേ? ചന്ദനം അരയ്ക്കുമ്പം അരച്ചരച്ചരച്ച് വരുമ്പോൾ ചന്ദനത്തിന്റെ ഗന്ധം കൊണ്ട് നമുക്ക് ആ ഭൂമി അല്ലെങ്കിൽ ആ കട്ടിയായിട്ടുള്ള വസ്തുവിനെ അറിയാൻ സാധിക്കും. അതുപോലെ ടയർ കൂട്ടി ഉരച്ചു കഴിഞ്ഞാല് അല്ലെ, ടയർ തമ്മിൽ കൂട്ടി ഉരച്ചു കഴിഞ്ഞാൽ ഒരു ടയർ കരിയുന്ന മണമെന്നോ ഒക്കെ നമ്മൾ പറയല്ലേ, ടയർ കൂട്ടി ഉരയുമ്പോൾ ഉണ്ടാകുന്ന ആ സ്മെല്ല്, അതും നമുക്ക് ഭൂമി ആ പ്രതലത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുവാനുണ്ട് ഗന്ധം എന്നുള്ളത്. അപ്പം അവിടെ ആ ഇന്ദ്രിയം എന്താണ്? ഗന്ധം എന്നുള്ള ഇന്ദ്രിയത്തിന് എന്താണ്? നാസ അഗ്രവർത്തി സ്ഥാനം. നാസ അഗ്രവർത്തി സ്ഥാനം, നമ്മളുടെ നാസികയുടെ അഗ്രത്തിൽ നിന്നും ഇതാകുന്നതാണ് ആ ഗന്ധം എന്നുള്ളത്. അപ്പം ആ ഗന്ധം എന്നുള്ള ഒരു ഗുണം ആ ഭൂമിക്ക്. അപ്പം എല്ലാ ഗുണത്തോടു കൂടിയിട്ടുള്ള ഭൂമിക്ക്. അപ്പം എങ്ങനെയാണ്? 5 ഗുണങ്ങൾ. ശബ്ദസ്പർശ രൂപരസ ഗന്ധം 5. 4 ഗുണങ്ങള് അപ്പിന്, ജലത്തിന്. 3 ഗുണങ്ങൾ തേജസ്സിന്. 2 ഗുണങ്ങൾ വായുവിന്. ഒരേ ഒരു ഗുണം ആകാശത്തിന്. 5ഉം 4ഉം 9, 9 3 12, 12 2 14, 14 1 15. 15 ഗുണങ്ങള് ആണ് ഈ ഒരു സൃഷ്ടിയായിട്ടുള്ള ഒരു ജീവന്റെ അല്ലെങ്കിൽ ഒരു ശരീരത്തിന് അല്ലെങ്കിൽ ആ സൃഷ്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആകാശ ശബ്ദം, വായു ശബ്ദസ്പർശം, പിന്നെ തേജസ് ശബ്ദസ്പർശ രൂപം, പിന്നെ ജലം ശബ്ദസ്പർശ രൂപരസം ഗന്ധ, പിന്നെ ശബ്ദസ്പർശ രൂപരസ ഗന്ധം പൃഥിവി. ഇത്രയും ഒരു അവസ്ഥയാണ് നമ്മൾക്ക് ഓരോ ജീവരാശികൾക്കും അല്ലെങ്കിൽ ശരീരത്തെ സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തെ കണ്ടെടുക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. വിവേകം. നമ്മളൊക്കെ വിവേകം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദുഃഖം ഉണ്ടാക്കാനുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിൽ ദുഃഖം ഉണ്ടാക്കാനുണ്ട്. ദുഃഖം ഉണ്ടാക്കാനല്ല നമുക്ക് വിവേകം. പിന്നെന്താണ്? ഇതിന്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകളോട് മായയെ നമ്മളിൽ നിന്ന് മാറ്റി സുഖത്തെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതിലൂടെ കിട്ടിയില്ല. 29ാമത്തെ ശ്ലോകത്തിലോ മറ്റത്തിലെല്ലാത്തിലും അത് പറയുന്നുണ്ട്. അംബസ് പറയുന്നുണ്ട്, പറയുന്നുണ്ട്. ഗന്ധവാൻ അഭൂത. ഗന്ധവാൻ എന്ന് പറഞ്ഞാല് ഗന്ധം എന്ന ഗുണത്തോട് കൂടിയിട്ട് അത് ഗുണങ്ങൾ 5 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പൃഥ്വി എന്നുള്ളത് അവിടെ പറയുന്നില്ലേ? മറ്റേ എന്താണ്? വികുർവാണാത് അംബസഹ ഗന്ധവാൻ വിശേഷ അല്ലേ? വിശേഷസ്തു ആദ്യം തന്നെ തുടങ്ങുന്നതാണ്. വിശേഷ പൃഥ്വി. വിശേഷ എന്ന് പറയുന്ന ഭൂമിക്കാണോ? ഭൂമിക്കാണ്. അതെ, വിശേഷ കേട്ടോ. പൃഥ്വി വിശേഷ. എല്ലാ ഗുണങ്ങളും മാത്രം പറയുന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ചോദിച്ചത്. അല്ല, വിശേഷ തു വിശേഷമാകട്ടെ, അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ ആ ശ്ലോകം. വിശേഷമാകട്ടെ. വിശേഷം എന്ന് പറഞ്ഞാൽ പൃഥ്വി. പൃഥ്വി ആകട്ടെ. വികുർവാണാത് അംബസോ ഗന്ധവാനപ്പൂ. അതാണ് വിശേഷ പൃഥ്വിയാണ്. ഓക്കെ. മറ്റേതൊക്കെ അനിലുണ്ട്, അനില ഉണ്ട്. ഇത് വിശേഷം എന്ന് പറഞ്ഞാൽ പൃഥ്വി. വിശേഷ എന്ന് പറഞ്ഞാൽ പൃഥ്വി. അംബഹ ജലം. അംബം ജലം. അതിനൊക്കെ ആ വേർഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് പൃഥ്വിയുടെ വേർഡ് പൃഥ്വിയുടെ അത് തുടങ്ങുന്നത് തന്നെയാണ്. വിശേഷ തു. അതിന്റെ മുകളിലോട്ടൊക്കെ നോക്കിക്കോളൂ, ഞാൻ പറയാം. ആദ്യത്തെ പറഞ്ഞ എന്താണ്?
താമസാദപി നഭ ഭൂതാദപി. നഭസ് അത് കഴിഞ്ഞിട്ട് അല്ല, അത് നഭസുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കൂ. അനില നഭസോധ. അല്ല, ആ, നഭസോധ. അവിടെ അത് തുടക്കം. പറയുന്നു, നഭസ് ആദ്യം പറയുന്നു. ആ, ആ, അടുത്തത് വായോരഭി, വായു, അല്ലെ? ആ, പിന്നെ അടുത്തത് തേജസ്സസ്തു, തേജസ്. ആ, വിശേഷത്തു, വിശേഷകാതു. അതാണ്. ഓക്കെ. അപ്പൊ ഓരോന്നും ആദ്യം തന്നെ അത് പറഞ്ഞിട്ട്, ഇനി അതാകട്ടെ, ഇനി തേജസ് ആകട്ടെ, വായു ആ, ആകട്ടെ, ഇവിടെ ആ. പൃഥിവി ഇത് ആകട്ടെ വിശേഷം എന്നാണ്. എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. ഹരേ കൃഷ്ണ, അത് പൃഥിവി എന്നുള്ള മനസ്സിലാക്കി. പേരാണ്. അതെ അതെ അതെ. എല്ലാം ഭഗവാന്റെ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സൃഷ്ടിപ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.